ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഫിലിപ്പി ലേഖനം 3:8 ഭൗതികമായ ചില നേട്ടങ്ങളെ, അറിവുകളെ, നന്മകളെ, ശാരീരികത ഇവയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവയൊക്കെ നഷ്ടപ്പെടുത്തി ഈശോയെ പ്രതി എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്. ഫിലിപ്പി 3:8 ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, അറിവ്, ആത്മീയ ജ്വാല കൂടുതൽ വിലയുള്ളതാണെന്ന് ഞാൻ അറിയുകയാൽ സർവവും നഷ്ടമായി തന്നെ പരിഗണിക്കുന്നു. ഇത് ആദ്യത്തെ ഘട്ടമാണ്. എൻ്റെ പേരിനേക്കാൾ, എൻ്റെ സൗഹൃദങ്ങളെക്കാൾ, എൻ്റെ ധനത്തേക്കാൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാണെന്ന് കരുതി ഞാൻ എൻ്റെ ധനത്തെ നഷ്ടമായി പരിഗണിക്കുന്നു. സൽപ്പേര് ഒരു നഷ്ടമായി പരിഗണിക്കുന്നു. എന്നാൽ അതിനപ്പുറമുണ്ട്. ആ പരിഗണിക്കുന്നതിൻ്റെ അപ്പുറം സർവവും അവനെ പ്രതി ഞാൻ നഷ്ടപ്പെടുത്തുകയും, നഷ്ടമായി പരിഗണിക്കുന്നതിനപ്പുറം ഞാൻ യഥാർത്ഥത്തിൽ അവയെ നഷ്ടപ്പെടുത്തുകയും അതിനെ ഉച്ഛിഷ്ടം പോലെ, എച്ചില് പോലെ പരിഗണിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യ ഭാഗം ഇതാണ്. കർത്താവേ, എൻ്റെ ധനവും മറ്റും പോയാൽ ധനമൊക്കെ നിൻ്റെ മുമ്പിൽ നഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. കർത്താവ്, എനിക്കുള്ള അറിവിൻ്റെ വലിപ്പം, എൻ്റെ ഡിഗ്രികൾ നിൻ്റെ മഹത്വത്തെ പ്രതി, നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ മുമ്പിൽ നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. ഇത് ആദ്യഘട്ടമാണ്. രണ്ടാമതായി ഇവയൊക്കെ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ നഷ്ടമാക്കുകയും, നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അയ്യോ, നിങ്ങൾ ആ പഠിക്കേണ്ട സമയത്ത് ഈ ബൈബിൾ വായിച്ചുകൊണ്ട് നടന്നോ? നിങ്ങൾ ഈ സമയത്ത് പോയി കുറച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കേ. തീർച്ചയായും പൈസ വേണം. അധ്വാനിക്കേണ്ടവൻ അധ്വാനിക്കണം, വീട് പുലർത്തേണ്ടവൻ വീട് പുലർത്തണം. തമ്മിൽ തെറ്റിദ്ധരിക്കരുത്. ഒരു പക്ഷേ ഈ അമിതമായ ദാഹത്തിന് ഓടുമ്പോൾ ചിലർ പറഞ്ഞേക്കാം, നിങ്ങൾ ഈ കുറച്ചുകൂടെ പൈസ ഉണ്ടായാൽ അത് പല്ല് പിടിക്കുമോ? നിങ്ങൾ പോയി അധ്വാനിക്കേ. ഈ സമയത്തല്ല, നന്നാകാനൊരു സമയമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞിട്ട് എനിക്കുള്ളത് മതി, അഥവാ എനിക്കുള്ളവ അവിടുത്തെ നാമത്തെ പ്രതി നഷ്ടമാക്കുമ്പോൾ എച്ചിലെടുത്ത് കളയുന്ന പോലെ എനിക്ക് തോന്നുള്ളൂ. എനിക്കതിനകത്ത് ഭാരമില്ല. അതുകൊണ്ട് ഞാൻ വലിയൊരു കാര്യം ചെയ്തെന്നോ, ഞാൻ എൻ്റെ 2 ഏക്കർ ഭൂമി വിറ്റ് മനുഷ്യർക്ക് ഭവനം വെച്ചു കൊടുത്തു, ഞാൻ അതുകൊണ്ട് വലിയ കാര്യം ചെയ്തെന്ന് തോന്നലില്ല. അവിടുത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ മുമ്പിൽ ഉച്ഛിഷ്ടം പോലെ നഷ്ടമാക്കാൻ എനിക്ക് മടിയില്ല. നമ്മുടെ കഴിവ്, നമ്മുടെ അറിവ്, നമ്മുടെ നന്മ, നമ്മുടെ സ്നേഹം, നമ്മുടെ പദവി, നമ്മുടെ സ്വാധീനം, സഹോദര, ക്രിസ്തുവിനെ പ്രതി നഷ്ടമാക്കാൻ ഒരു കടമയുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ.